പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും തടഞ്ഞുവെച്ച് സർക്കാർ വേട്ടയാടിയ ഡോക്ടർ സിസ തോമസിനെ വീണ്ടും വിസിയാക്കി ഗവർണർ. ഗവർണറുടെ നിയമനം സർക്കാരിന് കനത്ത പ്രഹരമായി. ചാൻസലർ എന്ന നിലയിലുള്ള അധികാരം വിനിയോഗിച്ചാണ് ഡിജിറ്റൽ സർവകലാശാലയ്ക്കും സാങ്കേതിക സർവകലാശാലയ്ക്കും ഗവർണർ പുതിയ വിസിമാരെ നിയമിച്ചത്. മുൻ KTU വിസിയും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായിരുന്ന ഡോക്ടർ സിസ തോമസിനാണ് ഡിജിറ്റൽ സർവകലാശാല വിസിയുടെ ചുമതല. കുസാറ്റ് ഷിപ്പ് ടെക്നോളജി വകുപ്പിലെ പ്രൊഫസർ ഡോക്ടർ K ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാലയുടെ വിസിയുടെ ചുമതലയും നൽകി ഗവർണർ ഉത്തരവിട്ടു. ഡിജിറ്റൽ സർവകലാശാല വിസിയായിരുന്ന ഡോക്ടർ സജി ഗോപിനാഥ് നേരത്തെ വിരമിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി ഡിജിറ്റൽ സർവകലാശാലയിലും അദ്ദേഹം ചുമതല വഹിച്ചിരുന്ന സാങ്കേതിക സർവകലാശാലയിലും വൈസ് ചാൻസലർ പദവി ഒഴിഞ്ഞുകിടക്കുകയാണ്. സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഗവർണർ നിയമിച്ചതിനെ ചോദ്യം ചെയ്ത് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് താൽക്കാലിക വിസിയെ നിയമിക്കണമെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഉണ്ടായിരുന്നു. എങ്കിലും കണ്ണൂർ സർവകലാശാല വിസിയായിരുന്ന ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം റദ്ദാക്കിയുള്ള സുപ്രീം കോടതി വിധിയിൽ വിസി നിയമനത്തിൽ ഗവൺമെന്റ് ഇടപെടാൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ സാങ്കേതിക യൂണിവേഴ്സിറ്റിയിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും വിസിമാരെ നിയമിച്ചുകൊണ്ട് ഉത്തരവിട്ടത്. സർക്കാരിന്റെ അനുമതി കൂടാതെ സാങ്കേതിക സർവകലാശാലയുടെ വിസിയായി ചുമതല ഏറ്റെടുത്തതിന്റെ പേരിൽ സുപ്രീം കോടതി നിയമനം ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായിട്ടും കഴിഞ്ഞ 1.5 വർഷം മുൻപ് വിരമിച്ച ഡോക്ടർ സിസ തോമസിന്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണ്.